വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വീറ്റ് കുക്കീസിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ വീറ്റ് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബോളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഗോതമ്പൊടിയാണ്, 120 ഗ്രാം, 1/2 കപ്പ് മൈദ 60 ഗ്രാം, ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതേപോലെ വയവിസ്ക് വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പയിൽ തള്ളിയെടുത്താലും മതി. ഈ ഒരു ബോളിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർക്കാം. കപ്പിലെടുക്കുവാണെങ്കിൽ 1/2 കപ്പ് ബട്ടർ. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 1/2 കപ്പ് കോക്കനട്ട് ഷുഗറാണ്. അപ്പം നമ്മൾക്ക് കോക്കനട്ട് ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം. അപ്പം പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ഫൈനായിട്ടുള്ള ഇതേപോലെ ഫൈൻ ഗ്രാനുലേറ്റഡ് ഷുഗർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്നെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഫൈനായിട്ട് കിട്ടും. ആ രീതിയിൽ എടുക്കുക. വേണ്ടത് 1/2 കപ്പാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ ചെയ്യാം. ഇത് അത്യാവശ്യം ഒന്ന് ബീറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട, ഒരു ഫുൾ എഗ്ഗ് പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ്സ് ഒക്കെ ഇടയ്ക്ക് ഒന്ന് വടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൈഡ് നന്നായിട്ട് മിക്സ് ആവാണ്ട് വരും. ഇതിലേക്ക് ഗോതമ്പൊടി, മൈദ, ബേക്കിംഗ് പൗഡർ, ആ മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. വീണ്ടും ഇത് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സായി കഴിയുമ്പോൾ മാറ്റാം. ഇപ്പം എഗ് ബീറ്റർ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പാറ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മിക്സിങ് മൊത്തം നമുക്ക് ചെയ്യാം. എഗ് ബീറ്റർ വേണം നിർബന്ധമില്ല. കുറച്ചും കൂടുതൽ സമയം നമ്മൾ കൈവച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി കുക്കീസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഇപ്പോൾ 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിലിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഉരുട്ടി എടുക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മളിത് ഷേപ്പ് ചെയ്യുന്നത് റൗണ്ടായിട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കുക്കി കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതേപോലെ പരത്തിയെടുക്കും. ഏകദേശം ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒരു കുക്കി കട്ടറാണ്. ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. എക്സസ് ഡോ ഇതുപോലെ മാറ്റുക. ഈ അളവിൽ നമുക്കൊരു 21-22 കുക്കീസാണ് കിട്ടുക. ഇനി ഇതിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ആമണ്ട്സ് ഓരോ ആമണ്ടും ഒരു 3ആയിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നും എഗ് വാഷ് കൊടുക്കാം. ഇത് മുട്ട നന്നായിട്ട് അടിച്ചേക്കുന്നതാണ്, മുട്ടയുടെ വെള്ളയും യോക്കും കൂടാണ്. അത് വെച്ച് ചെറുതായിട്ടൊരു ബ്രഷ് ചെയ്ത് കൊടുക്കുക പുറത്ത്.
അടുത്തായിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്തിടുക. ചൂടായ അവന് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സമയമെടുക്കും ബേക്ക് ചെയ്യാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കുക്കീസ് എല്ലാം ബേക്ക് ചെയ്തു. ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ആണ് അവനിലെടുക്കുക. ഓരോ അവനിലും ബേക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. നല്ല ക്രിസ്പിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. കുക്കീസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹെൽത്തി വേർഷനിലുള്ള കുക്കീസാണ് ഇന്ന് ഷെയർ ചെയ്തത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.